ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 6ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വോട്ടെടുപ്പ് 58 മണ്ഡലങ്ങളിൽ. 7ാം ഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം ശക്തമായി തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹിമാചൽ പ്രദേശിൽ പ്രചാരണം നടത്തും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നാളെ ഷിംലയിൽ. രാജ്യത്ത് 6,80,000-ഓളം മൊബൈൽ ഫോൺ കണക്ഷനുകൾ വ്യാജമെന്ന് കണ്ടെത്തൽ. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 2ാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ബീഹാറിൽ 8, ഹരിയാന 10, ജമ്മുകശ്മീർ 1, ഝാർഖണ്ഡ് 4, ഡൽഹി 7, ഒഡീഷ 6, ഉത്തർപ്രദേശ് 14, പശ്ചിമബംഗാൾ 8 എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. പരസ്യ പ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ ഹരിയാനയിലും പഞ്ചാബിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ സംബന്ധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശിലെ അഹമ്മദ് നഗർ, സിദ്ധാർത്ഥ നഗർ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. മറ്റൊരു മുതിർന്ന BJP നേതാവ് രാജ്നാഥ് സിംഗ് ലാൽഗഞ്ചിൽ പ്രചാരണം നടത്തി. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പ്രതാപ്ഗഡിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംബന്ധിച്ചു. BSP നേതാവ് മായാവതി മിർസപൂരിൽ പൊതുയോഗം നടത്തി. 7ാമത്തെയും അവസാനത്തെയും ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പ്രചാരണം ശക്തമായി തുടരുന്നു. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഹിമാചൽ പ്രദേശിൽ പ്രചാരണം നടത്തും. നഹൻ, മണ്ഡി എന്നിവിടങ്ങളിൽ വിജയ് സങ്കൽപ് റാലികളിൽ അദ്ദേഹം പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മറ്റന്നാൾ ഹിമാചൽ പ്രദേശിലെ നഹനിലും ഉനയിലും പ്രചാരണത്തിനെത്തും. പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നാളെ ഷിംലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കും. ജൂൺ 1-നാണ് അവസാനഘട്ട വോട്ടെടുപ്പ്. ലോകരാജ്യങ്ങളുമായി തുല്യ അകലം പാലിക്കുന്നതിൽ വിശ്വസിച്ചിരുന്നവരാണ് ഇന്ത്യയിലെ നേതാക്കളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ വിവിധ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നതാണ് തന്റെ നയം. ഇന്നലെ ന്യൂഡൽഹിയിൽ മാധ്യമ ചാനൽ സംഘടിപ്പിച്ച സലാം ഇന്ത്യ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ നരേന്ദ്രമോദി. രാജ്യത്ത് ഏകദേശം 6,80,000 മൊബൈൽ കണക്ഷനുകൾ വ്യാജവും അസാധുവുമാണെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് കണ്ടെത്തി. വിശദാംശങ്ങളിലേക്ക്. വിവിധ ടെലികമ്മ്യൂണിക്കേഷൻ സേവനദാതാക്കൾ ഉപഭോക്താക്കൾക്ക് നൽകിയിട്ടുള്ള കണക്ഷനുകളിൽ 6.80 ലക്ഷം മൊബൈൽ നമ്പറുകൾ വ്യാജമാണെന്നാണ് ടെലികമ്മ്യൂണിക്കേഷന്റെ കണ്ടെത്തൽ. വ്യാജ തിരിച്ചറിയൽ കാർഡുകളും KYC രേഖകളും ഹാജരാക്കിയാണ് ഈ കണക്ഷനുകൾ എടുത്തിട്ടുള്ളതെന്നാണ് സംശയം. ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞ മൊബൈൽ നമ്പറുകളുടെ പുനഃപരിശോധന ഉടൻ നടത്തണമെന്ന് വകുപ്പ് ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകി. എല്ലാ ടെലികമ്മ്യൂണിക്കേഷൻ സേവനദാതാക്കളും അവർ നൽകിയിട്ടുള്ള കണക്ഷനുകൾ 60 ദിവസത്തിനുള്ളിൽ വീണ്ടും പരിശോധിക്കണമെന്ന് നിർദ്ദേശം നൽകി. പുനഃപരിശോധന കൃത്യമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ ബന്ധപ്പെട്ട മൊബൈൽ നമ്പറുകളുടെ കണക്ഷൻ വിച്ഛേദിക്കുമെന്നും വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ സുരക്ഷാ സേനയുമായി നടന്ന ഏറ്റുമുട്ടലിൽ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. നാരായൺപൂർ, ദന്തേവാഡ ജില്ലകളുടെ അതിർത്തിയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ സേനയുടെ സംയുക്ത സംഘം തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ. മാവോയിസ്റ്റുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വെടിയുതിർക്കുകയും ചെയ്തതിനെ തുടർന്ന് സുരക്ഷാ സേന തിരിച്ചടിക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് വൻതോതിൽ ആയുധങ്ങളും കണ്ടെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് മഴ കനത്തതിനെ തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ ജനം ദുരിതത്തിലായി. കൊച്ചിയിൽ ഇന്നലെ രാത്രി മഴ തുടർച്ചയായി പെയ്തു. കാക്കനാട് മാർ അത്തനേഷ്യസ് സ്കൂളിൽ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പിൽ 10 സ്ത്രീകളും 4 കുട്ടികളും അടക്കം 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുടങ്ങി. സുരക്ഷാ ബോട്ടുകളുടെയും ലൈഫ് ഗാർഡിന്റെയും സേവനം സജ്ജമാക്കിയിട്ടുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഇനി ഒരു അറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കുന്നതാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
കനത്ത മഴയിൽ പൊന്നാനിയിലെ റോഡിലും പറമ്പുകളിലും വെള്ളക്കെട്ടുയർന്നു. പൊന്നാനി ഹാർബറും പരിസരവും വെള്ളക്കെട്ടിലായി. എടക്കര ടൌണിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. IPL ക്രിക്കറ്റിന്റെ ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ എതിരാളി ആരെന്ന് ഇന്നറിയാം. രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. എലിമിനേറ്റർ മത്സരത്തിൽ ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടിയത്. കൊലാലംപൂരിൽ മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും അഷ്മിത ചാലിഹയും ക്വാർട്ടർ ഫൈനലിൽ കടന്നു. സിന്ധു ദക്ഷിണ കൊറിയൻ താരത്തെയും അഷ്മിത അമേരിക്കൻ താരത്തെയുമാണ് പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ കിരൺ ജോർജ് മലേഷ്യൻ താരത്തോട് പരാജയപ്പെട്ടു. ബെൽജിയത്തിലെ ആന്റ്വെർപ്പിൽ നടക്കുന്ന FIH ഹോക്കി പ്രോ ലീഗ് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ബെൽജിയത്തോട് 2-0 പരാജയപ്പെട്ടു. ടീമിന്റെ തുടർച്ചയായ രണ്ടാം തോൽവിയാണ് ഇത്. ആദ്യ മത്സരത്തിൽ അർജന്റീനയോട് 5-0 ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. ബെൽജിയത്തിനെതിരെ ഇന്ത്യയുടെ അടുത്ത മത്സരം നാളെ നടക്കും. ഇന്നലെ നടന്ന പുരുഷ ഹോക്കിയിലും ഇന്ത്യ ബെൽജിയത്തോട് പരാജയപ്പെട്ടു. 1-4 ഗോളുകൾക്കാണ് ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങിയത്. ഹർമൻപ്രീത് നയിക്കുന്ന പുരുഷ ടീം നേരത്തെ അർജന്റീനയെ ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയിരുന്നു. ഇരു ടീമുകളും നാളെ വീണ്ടും ഏറ്റുമുട്ടും. പാരീസിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക്സ് ഗെയിംസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകാനും അവരെ അഭിനന്ദിക്കാനും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംരംഭമായ ലെറ്റ്സ് മൂവ് ഇന്ത്യ ആരംഭിച്ചതായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അറിയിച്ചു. സമൂഹ മാധ്യമത്തിലെ ഡിജിറ്റൽ ചലഞ്ചിലൂടെ രാജ്യത്തുടനീളമുള്ള ജനങ്ങൾക്ക് ഈ സംരംഭത്തിൽ പങ്കുചേരാൻ കഴിയും. ദേശീയ അന്വേഷണ ഏജൻസി സൂപ്രണ്ട് ധൻറാം സിംഗിനെ പശ്ചിമ ബംഗാളിൽ നിന്ന് സ്ഥലം മാറ്റണമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഹർജി കൽക്കത്ത ഹൈക്കോടതി തള്ളി. ഈസ്റ്റ് മിഡ്നാപൂർ ജില്ലയിൽ 2022 നടന്ന സ്ഫോടന കേസിൽ കഴിഞ്ഞ മാസം 2 തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ ധൻറാം സിംഗ് അറസ്റ്റ് ചെയ്തിരുന്നു. നേരത്തെ ധൻറാം സിംഗിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചിരുന്നു. എങ്കിലും ഫലമുണ്ടായില്ല. മഹാരാഷ്ട്രയിൽ ഡോം ബിൽവിയിൽ രാസവസ്തു നിർമ്മാണ കമ്പനിയിൽ ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രി 5 ലക്ഷം രൂപ വീതം സഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കും. സംഭവത്തിൽ നരഹത്യയ്ക്ക് കേസെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സ്ഫോടനത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 8 ജോലിക്കാർ കൊല്ലപ്പെട്ടിരുന്നു. 60 പേർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ജില്ലാ കളക്ടറോട് അന്വേഷണം നടത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളായ ഡൽഹി, ശക്തി, കിൽത്താൻ എന്നിവ ഫിലിപ്പീൻസ് സന്ദർശനം പൂർത്തിയാക്കി. ഫിലിപ്പീൻസുമായുള്ള ഇന്ത്യയുടെ ശക്തമായ ബന്ധമാണ് ഇതിലൂടെ അടയാളപ്പെടുത്തുന്നതെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിനിടെ ഉഭയകക്ഷി സഹകരണം, മേഖലയിലെ സുരക്ഷ, പരസ്പര താൽപര്യമുള്ള വിവിധ വിഷയങ്ങൾ എന്നിവ ചർച്ചയായി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കേരളത്തിലെ സ്കൂളുകളിൽ നാളെ ശുചീകരണ ദിനം ആചരിക്കും. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം കരമന ബോയ്സ് ഹൈസ്കൂളിൽ നാളെ നിർവഹിക്കും. ശുചീകരണ പ്രവർത്തനങ്ങളിൽ PTA, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവർക്കൊപ്പം സന്നദ്ധ സംഘടനകളും പങ്കാളിയാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. മധ്യവേനൽ അവധി കഴിഞ്ഞ് ജൂൺ 3-നാണ് സ്കൂളുകൾ തുറക്കുന്നത്. കോട്ടയം മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. 9,000 കോഴികളെയാണ് ഇവിടെ വളർത്തിയിരുന്നത്. കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് H5N1 സ്ഥിരീകരിച്ചത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലത്ത് 1 കിലോമീറ്റർ ചുറ്റളവ് പക്ഷിപ്പനി ബാധിത മേഖലയായി പ്രഖ്യാപിച്ചു. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തു പക്ഷികളെയും മൃഗസംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ അടിയന്തരമായി ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കും. തൊഴിൽ തട്ടിപ്പുകാരിൽ നിന്ന് കംബോഡിയയിലെ ഇന്ത്യൻ എംബസി രക്ഷപ്പെടുത്തിയ 60 ഇന്ത്യൻ പൌരന്മാരുടെ ആദ്യ സംഘം ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. 6ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വോട്ടെടുപ്പ് 58 മണ്ഡലങ്ങളിൽ. 7ാം ഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം ശക്തമായി തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹിമാചൽ പ്രദേശിൽ പ്രചാരണം നടത്തും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നാളെ ഷിംലയിൽ. രാജ്യത്ത് 6,80,000-ഓളം മൊബൈൽ ഫോൺ കണക്ഷനുകൾ വ്യാജമെന്ന് കണ്ടെത്തൽ. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.